നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 2025 ഏപ്രിൽ മാസം 14 തീയതിയിലെ വിഷുഫലം, അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 തീയതി ഞായറാഴ്ച രാത്രി 3:22 ചോതി നക്ഷത്രം 1-ാം പാദം തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥി വരാഹകരണം വജ്രനാമ നിത്യയോഗം എന്നിവ ചേർന്ന സമയം ഭൂമി ഭൂതോദയം കൊണ്ട് മേട രവി സംക്രമം. ഏവർക്കും ജ്യോതി ടെക് വിഷന്റെ വിഷുവാശംസകൾ. വിഷു എന്നാൽ നക്ഷത്ര പ്രാധാന്യമേറിയ ഒരു പ്രതിഭാസമാണ്. ഇവിടെ ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ അപകാരങ്ങളെയൊന്നും പരിഗണിക്കാറില്ല. മോശമായ ഗ്രഹചാരഫലത്തിൽ കൂടി കടന്നു പോകുന്നവർക്കും മോശമായ ദശയും അപകാരവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെയേറെ ആശ്വാസകരമായിരിക്കും ഒരു വിഷുഫലം എന്ന് പറയുന്നത്. ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി മുതലായ ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വ്യാഴം മോശമായ രാശിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക വഴി ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്കും വളരെയേറെ ആശ്വാസം പകർന്നു തരുന്നതായിരിക്കും ഒരു വിഷുഫലം എന്ന് പറയുന്നത്. ഒരു വിഷുഫലം ചില നക്ഷത്രക്കാരെ നല്ല രീതിയിൽ ബാധിക്കുമ്പോൾ അത് മറ്റു ചിലരെ മോശമായ രീതിയിൽ ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശനിയോ വ്യാഴനോ ഗോചരത്തിൽ നല്ല നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നാലും നല്ല ഒരു ദശയോ അപകാരമോ നടന്നുകൊണ്ടിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒരു മോശം വിഷുഫലം കൊണ്ടു കൊടുക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഈ വിഷുഫലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുകൂലമായി ബാധിക്കുന്നതെന്നും ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നതെന്നും നോക്കാം. ഒരു വിഷുഫലം ഒരു വർഷത്തേക്കുള്ളതാണ്. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലമാണ് ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്. ഒരു വിഷുഫലത്തെ 6 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 3 ദോഷഫലങ്ങളും 3 ശുഭഫലങ്ങളുമാണവ. ഇതിൽ 9 നക്ഷത്രങ്ങൾക്ക് മോശം അനുഭവങ്ങളും ബാക്കി 18 നക്ഷത്രങ്ങൾക്കും നല്ല ഫലങ്ങളുമാണ് അനുഭവത്തിൽ വരുന്നത്. 9 നക്ഷത്രങ്ങൾക്ക് മോശം ഫലമാണെന്ന് പറഞ്ഞുവല്ലോ. ഈ 9 നക്ഷത്രങ്ങളെ 3 സെറ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വിഷു ഏത് നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത്, ആ നക്ഷത്രവും ആ നക്ഷത്രത്തിൻ്റെ മുന്നിലും പിന്നിലുമുള്ള നക്ഷത്രങ്ങളും ചേർന്ന് 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ആദിശൂലം എന്നാണ് പറയുന്നത്. ആദിശൂലം സംഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് ധനനാശവും രോഗങ്ങളും ആപത്തുകളും പല വിധത്തിലുള്ള ചിലവുകളും വന്നു ചേരും. ഈ 2025 ഏപ്രിൽ മാസം 14 തീയതിയിലെ വിഷുഫലത്തിൽ ആദിശൂലം സംഭവിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഈ ഒരു വർഷക്കാലം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ ചിത്തിര നക്ഷത്രക്കാർക്കാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നത്. ഇവർക്ക് മനോദുഃഖവും കുടുംബപരമായ ബുദ്ധിമുട്ടുകളും വിഷമതകളും വന്ന് ഭവിക്കുവാനിടയുണ്ട്. ഈ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഇവർ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ്. വിശാഖം നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാനെയും ചോതി നക്ഷത്രക്കാർ ഈ 2 മൂർത്തികളെയും ഭജിച്ചാൽ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ ഒഴിഞ്ഞു പോകുന്നതാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മോശം ഫലങ്ങൾ ലഭിക്കുന്ന 2ാമത്തെ സെറ്റായ 3 നക്ഷത്രങ്ങളെയാണ്. ആ നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിവയാണ്. ഇവർക്കിപ്പോൾ മധ്യശൂലം എന്ന് പറയുന്ന വിഷുദോഷമാണ് ഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടപ്പെട്ടവരുമായി വിരോധം, അകൽച്ച, ശത്രുത, അപമാനം, മാനസികമായി ക്ലേശാനുഭവങ്ങൾ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് കഷ്ടതകളും ദുരിതങ്ങളും വന്നു ചേരാനും ഇടയുണ്ട്. ഇവർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധ കൊടുക്കണം. ഇവർക്ക് ദാമ്പത്യ സുഖക്കുറവും സംഭവിക്കാം. പണനഷ്ടവും മാനഹാനിയും വന്നു ചേരാം. ഈ ഒരു വർഷം നന്നായി പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ 3 നക്ഷത്രക്കാരിൽ അവിട്ടം നക്ഷത്രത്തിനാണ് ദോഷങ്ങൾ കൂടുതലായി കാണുന്നത്. ഇവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങൾക്ക് പുറമെ മനോദുഃഖവും കുടുംബസംബന്ധമായ ക്ലേശാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഇവർ മഹാദേവനെയാണ് ഈ ഒരു വർഷം മുഴുവനും പ്രാർത്ഥിക്കേണ്ടത്. അതുവഴി ഈ വിഷു സംക്രമം മൂലം വന്നുപെട്ടിരിക്കുന്ന സകല ദോഷങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി ലഭിക്കുന്നതാണ്. ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഏത് ദുരിതങ്ങളിൽ നിന്നും നമ്മെ കരം പിടിച്ചുയർത്തുന്നത് എന്ന സത്യം ഇവിടെ ഓർക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ വിഷുവിൻ്റെ ദോഷം മാറാൻ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്.
ചതയം നക്ഷത്രക്കാർ ഈ രണ്ട് മൂർത്തികളെയും ഭജിക്കുന്നത് ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ വളരെ ഉത്തമമാണ്. ഈ വിഷുവിൽ ദോഷം സംഭവിക്കുന്ന അവസാനത്തെ നക്ഷത്രക്കാർ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അന്ത്യശൂലം എന്ന ദോഷമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് രോഗങ്ങൾ, പല വിധത്തിലുള്ള ആപത്തുകൾ, പശു, പക്ഷികൾ മുതലായവ നിമിത്തം ശരീരത്തിൽ മുറിവുകൾ, കൂടാതെ ആയുധം കൊണ്ടുള്ള മുറിവുകൾ എന്നിവയെല്ലാം സംഭവിക്കാം. ശരീരത്തിൽ മുറിവുകൾ പറ്റാൻ സാധ്യത കാണുന്നതിനാൽ അതിന് സാധ്യതയുള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പതിവിലും കവിഞ്ഞ ജാഗ്രത എല്ലാ കാര്യങ്ങൾക്കും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിച്ചോടിക്കുക. ഇവ കൂടാതെ ഇവർക്ക് ത്വക്ക് രോഗങ്ങളും പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങളും, ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ, മനോവ്യത, അകാരണമായ ഭയം, തൊഴിലിൽ അഭിവൃദ്ധിക്കുറവ് എന്നിവയെല്ലാം അനുഭവപ്പെടാം. ഈ 3 നക്ഷത്രങ്ങളിൽ മകയിരം നക്ഷത്രത്തിലാണ് ദോഷങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത്. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും നല്ല അനുഭവങ്ങൾ വന്നു ചേരാനും മകയിര നക്ഷത്രക്കാർ മഹാദേവനെയാണ് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. പുണർദം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും, തിരുവാതിര നക്ഷത്രക്കാർ ഈ 2 മൂർത്തികളിൽ ആരെയെങ്കിലുമോ അല്ലെങ്കിൽ 2 മൂർത്തികളെയും ആരാധിക്കാവുന്നതാണ്. വിഷുഫലം മോശമായി ബാധിക്കുന്ന 9 നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതാരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇപ്പോൾ മോശം ദശയോ അപകാരമോ ഒക്കെ നടക്കുന്നവർ ഉണ്ടാകുമല്ലോ. കൂടാതെ ചാരവശാലുള്ള ഗ്രഹപീഡകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കുമല്ലോ. അത്തരക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാതിരിക്കുവാനുള്ള ഒരു നിർദ്ദേശമായി ഇതിനെ കണ്ടാൽ മതി. മാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന ദേവനെ പ്രാർത്ഥിക്കുക വഴി ഈ വിഷു മൂലമുണ്ടായ ദോഷത്തെ കൂടാതെ ദശാപരമായും അപകാരപരമായും അല്ലെങ്കിൽ ഗ്രഹചാരഫലമായും ഉണ്ടാകുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോവുകയും പകരം നല്ല ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഭയമല്ല വേണ്ടത്, പരിഹാരമാണ്. ഇനി പറയാൻ പോകുന്നത് ഈ വിഷു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അഭിവൃദ്ധിയെ കൊടുക്കുന്നത് എന്നാണ്. ഇതിൽ ആദ്യത്തെ സെറ്റിൽ വരുന്നത് 6 നക്ഷത്രക്കാരാണ്. അവർ അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നിവരാണ്. ഇവർ ആദിഷഡ്കം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇവർക്ക് ഈ വിഷു കാലഘട്ടത്തിൽ സർവാഭിഷ്ടസിദ്ധിയും സൽകീർത്തിയും ആരോഗ്യവും സൗഖ്യവും മനസ്സമാധാനവും ലഭിക്കുന്നതാണ്. വളരെ നാളായി ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും എന്നാൽ പലവിധ കാരണങ്ങളാൽ അത് നടക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്ന കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഈ ഒരു വർഷം മുഴുവനും ഇവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും വന്നു നിറയാനും സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ശനി മീനം രാശിയിൽ വരുമ്പോൾ കണ്ടകശനി ആരംഭിക്കുന്ന ധനുക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവർക്ക് വളരെ ആശ്വാസകരമായിരിക്കും ഈ വിഷുഫലം. ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ മൂലം, തിരുവോണം എന്നീ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും, പൂരാടം, അനിഴം എന്നീ നക്ഷത്രക്കാർ മഹാദേവനെയും, ഉത്രാടം, തൃക്കേട്ട് എന്നീ 2 നക്ഷത്രക്കാർ ഈ 2 ദേവതമാരിൽ ആരെയെങ്കിലും ഒരാളെയോ അല്ലെങ്കിൽ 2 പേരെയോ പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വിഷുവിൻ്റെ നല്ല ഫലം ലഭിക്കുന്ന അടുത്ത സെറ്റ് നക്ഷത്രക്കാർ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ 6 നക്ഷത്രക്കാരാണ്. ഇവർ മധ്യഷഡ്കം എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഇവർക്കിത് ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ കാലമാണ്. ഇവർക്ക് വിശേഷ സ്ഥാനമാനങ്ങളും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും സൽകീർത്തിയും ദാമ്പത്യ സൗഖ്യവും എല്ലാം ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും നല്ല പെരുമാറ്റവും വസ്ത്രം, ആഭരണങ്ങൾ എന്നിവയുടെ ലഭ്യതയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക വസ്തുത എന്ന് പറയുന്നത് ഈ മാർച്ച് മാസം 29 മുതൽ ശനി മീനം രാശിയിൽ വരുമ്പോൾ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണല്ലോ. മാത്രമല്ല ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് 7.5 ശനിയിൽ ജന്മശനിയുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിലെ അനുകൂലമായ ഫലം 7.5 ശനിയുടെ കാഠിന്യത്തിൽ നിന്നും ഈ ഒരു വർഷക്കാലത്തോളം ഇവരെ സംരക്ഷിച്ചു നിർത്തുന്നതാണ്. 7.5 ശനിയെ ഭയപ്പെട്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് ഈ വർഷത്തെ വിഷുഫലം എന്ന് പറയുന്നത്. ഈ വിഷുഫലത്തെ കൂടുതൽ അനുകൂലമാക്കി തീർക്കാൻ അശ്വതി, രോഹിണി എന്നീ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും,
ഭരണി, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ മഹാദേവനെയുമാണ് പ്രാർത്ഥിക്കേണ്ടത്. കാർത്തിക, രേവതി എന്നീ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ മഹാദേവനെയോ പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ്. അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് വിഷുവിൻ്റെ അന്ത്യഷഡ്കത്തിൽ വരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ഈ നക്ഷത്രക്കാർ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ 6 നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഈ ഒരു വർഷം മുഴുവനും കുടുംബസൗഖ്യവും സൽകീർത്തിയും പ്രതാപവും കർമ്മരംഗത്തും വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളിൽ അഭിവൃദ്ധിയും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുവാനിടവരും. ഈ 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി മീനം രാശിയിൽ വരുമ്പോൾ അഷ്ടമശനി ബാധിക്കുന്ന ചിങ്ങക്കൂറുകാർക്കും കണ്ടകശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കുവാനിടവരുന്ന ഉത്രം, അത്തം എന്നീ നക്ഷത്രക്കാർക്കും വളരെയേറെ ആശ്വാസത്തിന് വക നൽകുന്നതാണ് ഈ വർഷത്തെ വിഷുഫലം. ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ മകം, അത്തം എന്നീ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും പൂയം, പൂരം എന്നീ നക്ഷത്രക്കാർ മഹാദേവനെയുമാണ് ആരാധിക്കേണ്ടത്. ആയില്യം, ഉത്രം എന്നീ നക്ഷത്രക്കാർ ഈ 2 ദേവതമാരിൽ ആരെയെങ്കിലുമോ അല്ലെങ്കിൽ 2 പേരെയുമോ ആരാധിക്കാവുന്നതാണ്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയിലെ വിഷുഫലമാണ് ഇവിടെ പറഞ്ഞത്. വിഷുഫലം പ്രധാനമായും കാർഷിക പ്രാധാന്യമേറിയതാണെങ്കിലും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെയും സ്വാധീനിക്കാൻ ഒരു വിഷുഫലത്തിന് സാധിക്കുന്നതാണ്. ഈ ഫലപ്രവചനം നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഒപ്പം നല്ലൊരു വിഷു ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.